ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സ്വർഗീയ ജീവിതം സാധ്യമാകൂ. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവർക്കല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിന് അർഹരായവർ എന്ന് യേശു പറയുന്നു. സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റേണ്ടത് ആത്മീയരോ അച്ഛന്മാരോ കന്യാസ്ത്രീകളോ സഭയോ മാത്രമല്ല. യേശുവിനോട് ചേർന്ന് ജീവിക്കുന്ന ഓരോ വ്യക്തികളും അതിന് ബാധ്യസ്ഥരാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റേണ്ടത്? പ്രധാനമായും വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ് ആദ്യം വേണ്ടത്. ചെറിയ കുട്ടികൾ, തലമുറക്കാർ, മധ്യവയസ്കർ, വയസ്സായവർ, മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താവ്, ഓരോ ജോലി മേഖലയിലുള്ളവർ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും പ്രവർത്തിക്കേണ്ടതെന്നും വിശുദ്ധ ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നു. ബൈബിൾ എന്ന് പറയുന്നത് നമ്മെ സൃഷ്ടിച്ച ദൈവം ഉണ്ടാക്കിയതാണ്. ബൈബിളിനെ കുറിച്ച് എത്ര പേർക്കറിയാം? പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനത്തിലുള്ളവരോട് കുറച്ചു നേരമെങ്കിലും ബൈബിൾ വായിക്കാൻ നാം നിർബന്ധമായും പറയണം. ബൈബിൾ വായിക്കുമ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടാകുമെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെയുള്ളവർ ഏത് സാഹചര്യത്തിലും തെറ്റിലേക്ക് വീണു പോകില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചാൽ ബാക്കിയുള്ളത് ദൈവം ചെയ്തോളും. പക്ഷേ നമ്മൾ ആരും മക്കളെ പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കില്ല. പഠിക്കാനും ട്യൂഷന് പോകാനും മറ്റുള്ള കാര്യങ്ങൾക്കും നിർബന്ധിക്കും. എന്നാൽ എന്നെ കേൾക്കുന്ന മക്കൾ ഇനിയെങ്കിലും ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. എത്രയോ പഠിക്കാൻ മിടുക്കരായ മക്കൾ ജീവിതത്തിൽ തോറ്റുപോയിരിക്കുന്നു. അതിന് കാരണം മാതാപിതാക്കളാണ്. മക്കളെ വേണ്ട സമയത്ത് പ്രാർത്ഥിക്കാനോ ദൈവത്തിൽ ആശ്രയിക്കാനോ പഠിപ്പിച്ചില്ല എന്നതാണ്. പണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ മീഡിയ വഴി നമ്മുടെ വിശ്വാസവും ഭക്തിയും വർദ്ധിപ്പിക്കാൻ ദൈവം തന്നെ ഒരുപാട് വഴികൾ തുറന്നു തന്നിട്ടുണ്ട്. നമ്മളത് നല്ല രീതിയിൽ ഉപയോഗിക്കണം. മക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും അത് പറഞ്ഞു കൊടുക്കണം. നമുക്കൊരു വലിയ പ്രശ്നം വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിച്ചാൽ നമ്മൾ ഒരിക്കലും തോറ്റുപോകില്ല. തോറ്റുപോകാൻ കർത്താവ് സമ്മതിക്കില്ല. അതാണ് പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നമ്മൾ വാശി പിടിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം തരും. പക്ഷേ അതിൽ നിന്നുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ തന്നെ തരണം ചെയ്യണം. കാരണം ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ എന്ന് നാം അന്വേഷിക്കാതെയാണ് പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പും നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചോദിച്ച് നിയോഗം വച്ച് പ്രാർത്ഥിക്കുക. അത് നിനക്ക് നല്ലതാണെങ്കിൽ നടത്തിത്തരും, വേണ്ടെങ്കിൽ അത് കർത്താവ് തട്ടിക്കളയും. നമ്മൾ ഒരു കാര്യം ദൈവത്തോട് ആലോചന ചോദിച്ചാൽ ദൈവം വചനത്തിൽ കൂടിയോ സാഹചര്യങ്ങൾ ഒരുക്കി തന്നോ എല്ലാം നിനക്ക് അനുകൂലമാക്കി തരും. ആ ഉത്തരവാദിത്വം യേശുവിൻ്റേത് മാത്രമായിരിക്കും. ചില സമയത്ത് ദർശനങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് തരും. മുതിർന്നവരുടെ നാവിൽ കൂടി കർത്താവ് സംസാരിക്കും. മക്കളുടെ കല്യാണക്കാര്യമോ ജോലിക്കാര്യമോ അല്ലെങ്കിൽ മറ്റു വല്ല നിയോഗങ്ങളോ നടക്കണമെങ്കിൽ 1 മാസമോ 2 മാസമോ 3 മാസമോ നിയോഗം വെച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കേ. ഈശോ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കും. സാധിക്കുന്നവർ, അസുഖങ്ങളൊന്നുമില്ലാത്തവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ എന്നും നമ്മൾ പ്രാർത്ഥനയിൽ ശല്യപ്പെടുത്തണം. ശല്യപ്പെടുത്തിയാൽ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാണ് യേശു. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.